ഇന്നത്തെ താരം നമ്മുടെ കോഴിക്കോടൻ സ്പെഷ്യൽ ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ അത് ആദ്യം തന്നെ വേണ്ടതുപോലെ ഒരു മുട്ടയുടെ കൂട്ടാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു തരാം. ആദ്യം ഒരു ബൗളിലേക്ക് ഒരു 6 എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി, ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതുപോലെ നമ്മുടെ ഈ മുട്ടയുടെ മിക്സ് നമുക്കതിലേക്ക് ഒഴിച്ചൊന്ന് ചിക്കിയെടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് നെയ്യിലും കൂടി വറുത്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തെടുത്ത് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഒരു 3 എഗ്ഗ് കുറച്ച് പഞ്ചസാര ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടി നമുക്ക് ഇതിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ കൊണ്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അത് നമ്മുടെ മൈദദോശ ചുട്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. ഇനി അതുപോലെ തന്നെ കസ്കസ് കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പാന് നല്ല ഒന്ന് നെയ്യൊന്ന് തടവിയെടുക്കാം. ഇനി അതിലേക്ക് ആദ്യം തന്നെ ഒരു മൈദയുടെ ദോശ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ വേറൊരു ദോശ ഈ മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കിയതിന് ശേഷം വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചട്ടിപ്പത്തിരിയുടെ അടിഭാഗം കരിയാണെങ്കിൽ നമുക്ക് ആദ്യം വെച്ച ദോശ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ മുട്ടയുടെ മിക്സ് ഇതിൻ്റെ എന്താ പറയുക അടുക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അറ്റത്ത് പോയിട്ട് വെക്കരുത് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ സെൻട്രലായിട്ട് തന്നെ ഈ മുട്ടയുടെ മിക്സ് വെച്ച് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഈ കസ്കസും കൂടി ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിതിലേക്ക് കുറച്ച് നെയ്യും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചട്ടിപ്പത്തിരി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാകുമ്പോൾ നെയ്യ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ദോശയും ഇതുപോലെ തന്നെ മിക്സൊക്കെ വെച്ചതിന് ശേഷം ഒന്ന് ലാസ്റ്റായിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കസ്കസും കൂടി വെച്ചിട്ട് നമുക്കിത് ഒരു അടച്ച് വെച്ചിട്ട് നമ്മളൊരു ദോശ തവേൻ്റെ മേലെ ഉണ്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് വെന്തോ നോക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഉള്ളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് വേറൊരു പാനിലേക്ക് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് എന്താ പറയുക എഗ്ഗ് മിക്സ് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഒരുപാട് ലെങ്തി ആകും വെച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ സ്വീറ്റ് ചട്ടിപ്പത്തിരി ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടോ. നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ കോഴിക്കോടൻ സ്പെഷ്യൽ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.